കണ്ണൂരിലേക്ക് വരുമ്പോൾ പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിവസം പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള ശ്രമത്തിലാണ് കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി MV ജയരാജൻ. കണ്ണൂർ മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കുമെന്ന് MV ജയരാജൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. അത്യന്തം ആവേശത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി MV ജയരാജൻ തുടക്കം മുതൽക്ക് തന്നെ പ്രചരണത്തിൽ നിലനിർത്താനായ മേധാവിത്വം അവസാന വട്ടവും ആ മേധാവിത്വം നിലനിർത്തിക്കൊണ്ട് വലിയ മുന്നേറ്റമാണ് കണ്ണൂരിൽ കാഴ്ചവെക്കുന്നത്. എങ്ങനെയാണ് അവസാന ദിവസം തിരഞ്ഞെടുപ്പ് പ്രചരണം? അവസാന ദിവസം തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്നത് ആദ്യകാല കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന് ജന്മം നൽകിയ കമ്പിൽക്കടവിൽ നിന്നാണ്. തീർച്ചയായും ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും ജന്മി വിരുദ്ധ സമരത്തിലും സുപ്രധാനമായ പങ്കുവഹിച്ച ഒരു പ്രദേശം. അപ്പോൾ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടത്തിയ പോരാട്ടത്തെ സ്മരിച്ചുകൊണ്ട് ഗതകാല ഫാസിസ്റ്റ് വാഴ്ചക്കായി പരിശ്രമിക്കുന്ന BJPയെ പരാജയപ്പെടുത്താനുള്ള ഒരു കൂട്ടായ്മ ശക്തിപ്പെടുത്തണമെന്നുള്ളതാണ് ഈ സ്ഥലത്തെ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഓർമ്മ വരുന്നത്. അതോടൊപ്പം കോൺഗ്രസ്സിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഓരോ ദിവസം കഴിയുന്നതോറും ബോധ്യമാകുകയാണ്. കോൺഗ്രസ് കേരളത്തിലൊരു പ്രത്യേക പാർട്ടി ഉണ്ടാക്കുമെന്നും ആ പാർട്ടി BJP മുന്നണിയിൽ ചേരുമെന്നും വ്യക്തമാക്കിയത് മുൻ കോൺഗ്രസ് ദേശീയ നേതാവ് ഹിമന്ത ബസുവാണ്. അദ്ദേഹം ഇപ്പം BJPയിലാണെങ്കിലും അക്കാലത്ത് നടന്ന വിവിധ ചർച്ചകൾ BJPയുടെ നേതൃത്വവുമായി കോൺഗ്രസ് നേതാക്കൾ നടത്തിയിട്ടുള്ള രഹസ്യ ചർച്ചകൾ അതെല്ലാം ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്നതോറും വ്യക്തമാവുകയാണ്. 39 കോൺഗ്രസ് നേതാക്കൾ നേരത്തെ BJPയിലെത്തി. ഇപ്പോൾ ഒരാൾ കൂടി BJP പോയി. KPCC പ്രസിഡന്റും MPയുമായ K. സുധാകരൻ്റെ മുൻ PAയും പോയി. അപ്പം 41 ആളായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന സമയത്ത് കോൺഗ്രസ് വിട്ട് BJP പോകുന്നത്. അപ്പോൾ ഇതെല്ലാം വ്യക്തമാക്കുന്നത് മോഡിയുടെ ഗ്യാരണ്ടി ന്യൂനപക്ഷ വേട്ടയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഗ്യാരണ്ടി BJPയിലേക്കുള്ള പോക്കാണ്. അത് അപമാനകരമാണ്. അപ്പോൾ ഇടതുപക്ഷം മാത്രമാണ് ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാൻ ഉള്ളത് എന്ന ബോധ്യമാണ് നാൾക്ക് നാൾ കഴിയും തോറും ജനങ്ങൾക്കുണ്ടാവുന്നത്. അതുകൊണ്ട് കോൺഗ്രസ്സിലും ലീഗിലും മറ്റിതര കക്ഷികളിലുമുള്ള മതനിരപേക്ഷത സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗാന്ധിയൻ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളെല്ലാം ഇടതുപക്ഷവുമായി സഹകരിക്കുന്നു എന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിലും റോഡ് ഷോയിലുമൊക്കെ വമ്പിച്ച പിന്തുണയും സ്വീകാര്യതയും ഉണ്ടായത് വ്യക്തമാക്കുന്നു. പരമാവധി വോട്ടർമാരെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ സമയത്തിനുള്ളിൽ? 2 മാസമായല്ലോ ഈ പരിപാടി തുടങ്ങിയിട്ട്. 2 മാസത്തിനിടയിൽ ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ പരമാവധി ആളുകളെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു നേട്ടം. അത് ഒന്നുകിൽ സ്ഥാപനത്തിൽ പോയി, അല്ലെങ്കിൽ വ്യക്തി എന്നുള്ളതിനൊക്കെ വീട്ടിൽ പോയി, അതുമല്ലെങ്കിൽ കുടുംബയോഗങ്ങൾ, ഇതുപോലെയുള്ള സ്വീകരണ യോഗങ്ങൾ അതിലെല്ലാമായി കണ്ടു എന്നുള്ളത് വലിയ ഞങ്ങൾക്കൊക്കെ സംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ്. ഏതായാലും അവസാന ദിവസം വളരെ തിരക്കിട്ട പ്രചരണത്തിൽ തന്നെയാണ് കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി MV ജയരാജൻ ഉള്ളത്. ഈ സമയത്തിനകം തന്നെ പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാൻ LDF സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പരമാവധി പ്രദേശങ്ങളിൽ എത്താനും LDF സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും തിരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ കൊട്ടിക്കലാശത്തിലേക്ക് അടുക്കുമ്പോൾ കണ്ണൂരിലെ LDF പ്രവർത്തകരും അത്യന്തം ആവേശത്തിൽ തന്നെയാണ് ഉള്ളത്. വലിയ ശുഭപ്രതീക്ഷയിൽ LDFും കണ്ണൂരിലും ഈ LDF സ്ഥാനാർത്ഥിയും LDF പ്രവർത്തകരും ഈ തിരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആവേശം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാന മണിക്കൂറിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.